ഈ 4-5 ടൈം സെറ്റാക്കിയതാണ് കേട്ടോ എൻ്റെ അലാറം. ഇതിൽ ഏതെങ്കിലും ഒരു ടൈം ഞാൻ എണീക്കും. അധികം എണീക്കൽ 5:20 കേട്ടോ. എനിക്കുമ്പോൾ പേർക്ക് കറണ്ട് ഒന്നും ഇല്ല കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടോർച്ചെല്ലാം അടിച്ചിട്ട് എങ്ങനെയെല്ലാം നിസ്കരിച്ചിട്ട് ഉണ്ടാവും തുടങ്ങാനും ലോകം അവസാനിക്കാറായോ. മഴയായാലും വെയിലായാലും വൈകിട്ട് എണീച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ മൂട് പരിധിക്കുറത്തായിരിക്കും. രാവിലെ എണീച്ചിട്ട് ബെഡ്ഷീറ്റിൽ നേരെ പിച്ചങ്ങ് നല്ല ഉയർച്ച ഉണ്ടാവും ഏതോ മോട്ടിവേറ്റർ പറഞ്ഞ ഓർമ്മയിൽ ഞാൻ ബെഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാ. അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ ഒന്നും 5-6 കൊല്ലത്തേക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് പരിധിക്കുറത്തായ എൻ്റെ ഉമ്മാൻ്റെ മൂട് കാണാൻ പറ്റാൻ ഞാൻ കണ്ടത് ഇറച്ചിയാണ്. ഇറച്ചിനോട് തറ്റാൻ പറഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ പോയിട്ടാ. ആദ്യം രാവിലത്തെ പയർ ഓർക്കട്ടെ, പിന്നെ ഉച്ചക്ക് മേരിൻ്റെ ബിസ്ക്കറ്റിന് 50% ബിസിനസ്സും എൻ്റെ പറയും തന്നിട്ട് കിട്ടുന്നത്. എനിക്ക് കാണാൻ പോന്നി എന്നിട്ടാ ഞാൻ ഈ പൊരയിൽ സ്ഥിരമായിട്ട് എടുക്കുന്ന 2 പണി. അടിക്കുമ്പോൾ കാട്ടും പൊടിയൊന്നും വലിയ കുറവില്ലെങ്കിലും അടിച്ച് കഴിയുമ്പോൾ മാച്ചിൻ്റെ ഇറക്കലിന് നല്ല കുറവുണ്ടാന്നിട്ടാ. പിന്നെ മൻസൂർ ഹോസ്പിറ്റലിൽ തുറത്തുന്ന അമ്പികേച്ചീനെ പോലെ ഡെയിലി ഞാനിങ്ങനെ തുറത്തും. ഉമ്മ അറിയാതെ അരി മാറിപ്പോത്തിയത് അറിയില്ല കേട്ടോ. ആദ്യമായിട്ട് 10 വരെ ദോശയെല്ലാം കാണുന്നുണ്ട്. പെരുന്നാൾ ടൈം പോത്തിനും കൊയ്ക്കലും ഡിമാൻഡ് കൂടുന്ന പോലെയാന്ന് കേട്ടോ. എൻ്റെ പുരയിൽ ഇറച്ചിയും കൊയ്യും മേങ്ങി ഞങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടോ. ഞാൻ എന്നെ മുറിക്കണം, ഞാൻ എന്നെ കകണം, ഞാൻ എന്നെ വെക്കണം. ഞാൻ വെച്ചെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഇവരെ കണിയോറിയില്ല. അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ഉള്ളിയും തക്കാളിയിൽ ഇട്ടിട്ട് ഞാൻ ആ കറി വെക്കാൻ കഴിഞ്ഞു. മാത്രം ഇട്ടാൽ മതിയോ? മസാല പിന്നെ ചേർക്കണ്ടേ? ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല അങ്ങോട്ട് ഇടണം. ഹോട്ടടാ എന്നിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇങ്ങനെ ഇളക്കണം. അങ്ങനെ ഫുഡെല്ലാം ആയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടത്തി വന്നിട്ടാ. എല്ലാ ആഴ്ചയിലും വരുന്ന ഇൻസ്റ്റാൾമെന്റ് കാരണം പോലെ എല്ലാ വെള്ളിയാഴ്ച ഓളി വരും കേട്ടാ. അങ്ങനെ ലഹുറം നിസ്കരിച്ച് നേരെ ചോറ് കഴിക്കാൻ പോയി. എൻ്റെ ഫുഡിന് ആരെന്ത് നല്ലത് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഒരു കുറ്റങ്ങൾ കണ്ടുപിടിക്കും കേട്ടാ. കഴിഞ്ഞ ആഴ്ചത്തെ കറി നല്ല പാങ്ങുണ്ടായി, ഈ ആഴ്ച കറി പാങ്ങില്ല എന്ന് ഉമ്മ പറഞ്ഞു. കുറ്റം തീർന്നിട്ടാ. ഇറച്ചിയിൽ ഫുൾ എല്ലാം കൊട്ടെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കമന്റ് ഇട്ട്. അടുത്ത വെള്ളിയാഴ്ച എല്ലില്ലാത്ത പോത്തിന് ഇറക്കുന്നുണ്ടതും 2 കിലോ മേങ്ങിയിട്ട് കറി വെക്കാന്നും പറഞ്ഞാൽ പോക്ക് സമാധാനമായി. ഈ കറിയും ചോറിലാക്കി എന്നെക്കാളും ഉമ്മക്ക് ഇഷ്ടം ആഴ്ചക്ക് തിന്നാൻ വരുന്നോളോടാന്ന് കേട്ടാ. അങ്ങനെ ചോറ് വെച്ചോണ്ടിരിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഇരുന്ന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് നീ വരുന്നോന്ന് വെച്ചിട്ട് പിന്നെ ഒന്നും നോക്കിയിട്ടാ നേരെ ഞാൻ ഓക്കെ പറഞ്ഞു പോയി. ഞങ്ങൾ മഴ നനഞ്ഞാലും കുട നനക്കൂലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം കൊട്ടയിലെല്ലാം കുടയിട്ടിട്ട് നടന്ന്. ഇനി നനയാൻ ബാക്കിയൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുടമെല്ലാം പുറത്തെടുത്ത്. അങ്ങനെ കുറേ ഷോപ്പിലും ഞങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ടാ. അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ വേറെ കളർ ഉണ്ടോന്ന്, കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ വേറെ മോഡൽ ഇട്ടോന്ന് ചോദിച്ചിട്ട് ആ ഷോപ്പിലുള്ളവരെ പോലെ കൺഫ്യൂഷൻ ആക്കിയിട്ടാ ഞങ്ങൾ. ഇനി ഇത് രണ്ടും ഓക്കെ ആയാൽ ഞങ്ങൾക്ക് സൈസ് ഓക്കെ ആയില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ ഷോപ്പൊന്നും കഴിഞ്ഞിട്ടും വന്നിട്ടാ. ഡ്രസ്സെല്ലാം ഒരുവിധം സെറ്റായിട്ടാ. അപ്പോൾ അത് ഞങ്ങൾ നാട്ടിലെ അപ്ഡേഷനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. കാസർഗോഡ് ആടെ സ്പെഷ്യൽ ഐറ്റം ചർമുറ് കാഞ്ഞങ്ങാടും വന്നിട്ടുണ്ട്. അറിഞ്ഞ സ്ഥിതിക്ക് പോകാമെന്ന് നടക്കിടല്ല, അതുകൊണ്ട് ഞങ്ങളും പോയി. ആടെത്തുമ്പോൾക്ക് ചർമുറ് മാത്രമല്ല കേട്ടോ, അവൽ മിൽക്ക് ഉണ്ട്, സൂപ്പ് ഉണ്ട്. ഞങ്ങൾ ചർമുറും അവൽ മിൽക്കും ഒന്ന് സെലക്ട് ആക്കിയ. പുതിയ ഷോപ്പായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിന്. 2 ചർമുറും അവൽ മിൽക്കെല്ലാം മേങ്ങിയിട്ട് ഞങ്ങൾ നേരെ കാറിൽ പോയി തിന്നാൻ കഴിഞ്ഞ്. ഒരു പ്ലേറ്റിൽ 2 സ്പൂണെല്ലാം ഞങ്ങൾ കോരിക്കൊരി തിന്നിട്ടാ. ചർമുറിൻ്റെ ഒക്കെ ഒരു അവൽ മിൽക്കും കുടിച്ചിട്ടാ. എന്തോ ഒരു പാങ്ങ്. അക്കാടുന്ന് നല്ലോണം ഇഷ്ടപ്പെട്ട അവൽ മിൽക്ക് കിട്ടാ. കഴിഞ്ഞിട്ട് 2-3 സാധനം കൂടി മേങ്ങാനുണ്ടായിന്. അങ്ങനെ നേരെ ഷോപ്പിലേക്ക് പോയിട്ട് സാധനം മേങ്ങിയിട്ട് നേരെ പുറക്കേക്ക് വന്ന് 4:30 പോയി ഞങ്ങൾ വരുന്നത് 9 മണിക്കിട്ടാ. വരുമ്പോൾ നല്ല മഴ. ഇത്ര ലേറ്റ് ആയോടെ ഉമ്മ കവറേജ് ഏരിയയിൽ നിന്ന് മാറിയിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടാ. ഒന്നും മുണ്ടുന്നില്ല. അങ്ങനെ ഞാനൊന്നും മുണ്ടാൻ നിന്നിട്ടാ നേരെ ഫുഡ് കഴിച്ച് നിസ്കരിച്ച് കിടന്നുറങ്ങി.